ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രദ്ധിക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2024 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി കൊലക്കളത്തെ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് ചെയ്തു തന്ന അനുഭവങ്ങൾ അത്രേ പരസ്യമായി ഇവിടെ കടന്നു വന്ന യേശുവിന്റെ സാക്ഷിയാകുവാൻ ഞങ്ങളെ സഹായിച്ചത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം ഒന്ന് മാത്രം. ലോക സംഭവങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകൾ ദിവസം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥകളാണല്ലോ നമ്മുടെയൊക്കെയും ജീവിതത്തില്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല. പെട്ടെന്ന് തന്നെ മരണദൂതൻ കടന്നു വന്ന് പിടിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തില് അത് നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. ഈ ദൈവവചനത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകും. ദൈവത്തിന്റെ വചനത്തിന് ഒരു നാളും മാറ്റം വരികയില്ല. വചനം ദൈവമാകുന്നു, ദൈവം വചനമാകുന്നു. വചനത്തിന്റെ ശൈത്യാൽ സർവ്വതും ഉളവായി. ഇന്ന് ലോകത്തിന്റെ എവിടെ നാനാഭാഗങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ വലിയ കൂട്ടങ്ങൾ, ചെറിയ കൂട്ടങ്ങളൊക്കെ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജനമാശ്വാസത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, താങ്കൾക്കും എനിക്കും വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ വാർന്നൊഴുക്കി തന്ന സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. താങ്കൾ അനുഭവിക്കുന്ന വേദന എന്തുമായിക്കൊള്ളട്ടെ, ആ വേദനയ്ക്കും ആ പ്രശ്നത്തിനും അതിനൊക്കെ പരിഹാരം തരാൻ വേണ്ടി യേശു കർത്താവ് കാൽവരി കൊലക്കളത്തിൽ യാഗമായി തീർന്നത്. യേശു കർത്താവിനെ അതേ കല്ലറയ്ക്കത്ത് അടച്ചു മൂട്ടിയെങ്കിലും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു പോയ ആ യേശു കർത്താവ് വീണ്ടും നമ്മെ ചേർക്കാനായി, തന്നിൽ വിശ്വസിക്കുന്ന മക്കളെ ചേർക്കാനായി ഭൂമിയിലേക്ക് വീണ്ടും കടന്നു വരുമെന്ന് വാക്കു പറഞ്ഞാണ് കടന്നുപോയത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. ക്രിസ്തുവും അങ്ങനെ തന്നെ. അവൻ ഒരിക്കലായി നമുക്കായി അർപ്പിക്കപ്പെട്ടു. ഇനിയും പാപം കൂടാതെ താൻ സ്നേഹിക്കുന്നതിന്റെ മക്കളെ ചേർക്കാനായി ഭൂമിയിലേക്ക് വീണ്ടും കടന്നു വരുവാൻ കാലമായി. യേശു കർത്താവിന്റെ വരവിന്റെ അടയാളമായി ദൈവവചനം പറയുക, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, ഞെട്ടിക്കുന്ന മഹാമാരികൾ, മഹാവ്യാധികളൊക്കെ ഭൂമിയിൽ കടന്നു വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, അനേക